എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ന്യൂ ഇയർ പരിപാടിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ന്യൂ ഇയർ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിപ്പോൾ എത്തിയിട്ടുള്ളൂ. ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ചെറുതല്ല ഒരു പ്രോഗ്രാം. അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് എത്തിയപ്പോഴാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇരുന്നത്. എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ. 2025 ഇപ്പം പലരും 2024 കഴിഞ്ഞ് ഇനി ഞാൻ 25 മുതൽ ഞാൻ അങ്ങനെയാവും, ഞാൻ ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവങ്ങളൊക്കെ നടത്താൻ പോകുന്നു. അപ്പോൾ 2025 നമ്മൾ പുതിയ ഒരു ലോകത്തേക്ക് അല്ലെങ്കിൽ പുതിയൊരു ഒരു സംഭവത്തിലേക്ക് വരാൻ പോവുകയാണ് എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ എല്ലാവരും കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നും 24 ആയാലും 25 ആയാലും നമ്മളിതുപോലൊക്കെ ഇങ്ങനെ പോകും. കലണ്ടർ ഇങ്ങനെ മാറി മാറി വരുന്നുള്ളൂ. 25 പലരും ഇപ്പം ഞങ്ങളവിടെയൊക്കെ ഓരോ ക്ലബിലൊക്കെ ഞങ്ങൾ ഈ പ്രാവശ്യം തൊട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെയാവും, ഞങ്ങൾ അങ്ങനെ ആവും എന്നുള്ള ഒരുപാട് പ്രതീക്ഷകളായിട്ട് ഒരുപാട് ആൾക്കാർ വരും. പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ അങ്ങനത്തെ പരിപാടികളോ അല്ലെങ്കിൽ പ്രതീക്ഷകളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും, നമ്മൾ തീരുമാനങ്ങളൊന്നും പുതിയതായിട്ടൊന്നും എടുക്കാൻ പോകുന്നില്ല. പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ പഴയത് പൊട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും മാറ്റിവെക്കാൻ ഉതകുന്ന പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. ഇതുപോലൊക്കെ തന്നെ ഇതുപോലൊക്കെ തന്നെ അങ്ങോട്ട് ജീവിച്ചു പോകണം. നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ പലരും ഞാനിതാ ഇപ്രാവശ്യം ഇന്നുള്ള ഒരു എന്തെങ്കിലും ചെറിയ ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിർത്തി ഈ നാളെ മുതൽ ഞാൻ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറയും. അപ്പോൾ അതിനൊരു ന്യൂ ഇയറിൻ്റെ ആവശ്യമൊന്നുമില്ല, ന്യൂ ഇയർ അല്ലെങ്കിൽ ജനുവരിയുടെ ആവശ്യമൊന്നുമില്ല. എന്ത് നമുക്ക് പൊട്ടയാൻ തോന്നണതുമ്പോൾ നമുക്ക് നിർത്തണം എന്ന് തോന്നിയാൽ അതിന് ദിവസമോ ഡേറ്റോ ഒന്നും വേണമെന്നില്ല. നമ്മളപ്പോൾ തീരുമാനിക്കുക, അതപ്പോൾ തന്നെ നടത്തുക. എന്തായാലും നല്ല നല്ല തീരുമാനങ്ങൾ ഉണ്ടാവും. ന്യൂ ഇയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. അവന് ന്യൂ ഇയറിൻ്റെ കുറച്ച് ദിവസം മുന്നേ തന്നെ അടിച്ച് പിമ്പിരിയായി ഫിറ്റാവും എന്നിട്ട് പറയും. ഞാൻ ചോദിക്കും എന്തിനാണ്ട് അവനെ ഇങ്ങനെ ഇതാവണമെന്ന് ചോദിക്കുമ്പോൾ പറയും, ഇല്ലടാ ഇത് ഇപ്പോൾ ഡിസംബർ 10 ദിവസം കൂടെയല്ലേ ഉള്ളൂ, 10 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഈ സംഭവം നിർത്തും, ജനുവരി 1-ാം തീയതി ട്രിപ്പ് പോകും, ഞാൻ സാധനം ഞാൻ തൊട്ടില്ല. അതെ അങ്ങനെയാണല്ലേ? അങ്ങനെ അവനൊരു ജനുവരി 3-ാം തീയതി കാണും, അല്ല ജനുവരി അല്ലേ, അങ്ങനെ അവനെ ഞാനൊരു ന്യൂ ഇയറിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് കാണും. പിറ്റേ ദിവസം കാണുമ്പോൾ അവൻ തല പൊന്നില്ലേ. എന്താടാ നിനക്ക് പറ്റി? ഇന്നലെ ലാസ്റ്റ് അല്ലേ, അപ്പോൾ അത് നല്ല ഡെഡിജു അങ്ങനെ എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയാം അവനോട്, ഇടാ നീ ഇതോടുകൂടി നിർത്തില്ലേ? ഞാൻ നിർത്തില്ല അറിയും. കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ പറയും, എന്താ ഇടാ നിർത്തുക പറഞ്ഞിട്ട് പിന്നെന്താ നിന്നെ ഇങ്ങനെ കണ്ണ് ബാങ്ക് ചക്കര ചച്ചട്ടായിട്ട് വരും. അപ്പോൾ ഞാൻ പറയും, എന്താടാ നീ എല്ലാം പറഞ്ഞ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ നിർത്താൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. എടാ ഷിബു നിർത്തണം എന്നൊക്കെ വിചാരിച്ചു. നമ്മളങ്ങനെ വിചാരിച്ചാലും നമ്മളെ കൂടെ ഉള്ളവർ നമ്മൾ സമ്മതിക്കില്ല. അപ്പം ഇങ്ങനെ ഓരോ ടൈപ്പുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാവേ. പിന്നെ ഇപ്പോൾ എന്തിനാടാ അത് നിർത്തിയിട്ട്? നമുക്ക് ഇതൊക്കെ അല്ലടാ നല്ല ജീവിതത്തിലുള്ളൂ. ഇവന് കുറേ ന്യായങ്ങളുണ്ടാവും. എൻ്റെ അടുത്തുള്ള കൂട്ടുകാർക്ക് ഇപ്പോൾ ആളെ പിടികിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഓപ്പണായിട്ട് പേര് പറയണില്ല. അപ്പം നമുക്ക് ശരിയല്ലടാ. എന്തായാലും ഈ മാസം കഴിഞ്ഞാൽ നിർത്തും, ഫെബ്രുവരി തൊട്ട് തുടങ്ങും. അപ്പോൾ ജനുവരി ആയാലും ഫെബ്രുവരി ആയാലും അവന് ആ കാര്യത്തിലൊക്കെ കണക്ക് തന്നെ. അപ്പോൾ അങ്ങനെ കുറേ ടീമുകൾ. അപ്പോൾ ജനുവരി അങ്ങനെ ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ എനിക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും.
അപ്പോൾ എന്തായാലും നമ്മൾ ഏതൊക്കെ പറഞ്ഞാലും ചില കാര്യങ്ങൾക്ക് നല്ലൊരു തുടക്കം ആവട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കാം. നമ്മൾ എല്ലാവരും നല്ലതുപോലെ ആവട്ടെ. ഓക്കെ, താങ്ക് യു.